നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കടക്ക് പുറത്തു പറയാൻ കാണിക്കാനും അവകാശമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പണ്ടാണ് പിന്നെ ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി. അപ്പോൾ പിണറായിക്കുള്ള പണിയും ഉടൻ തന്നെ കിട്ടേണ്ടേ? ഇനി കാര്യത്തിലേക്ക് വരാം. വിഴിഞ്ഞം എത്തിയതോടെ ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പറയാൻ LDF UDF തമ്മിൽ കടുത്ത മത്സരമാണ്. എന്തായാലും ഇരു മുന്നണികളും ക്രെഡിറ്റ് എടുക്കാൻ തമ്മിലുള്ള മത്സരം മുറവുമ്പോൾ ശരിക്കും ക്രെഡിറ്റ് അടിച്ചെടുത്തിരിക്കുന്നത് കേന്ദ്രം തന്നെയാണ്. ഇക്കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്താണെന്നാൽ കേന്ദ്രം അടികൂടുമ്പോൾ നമ്മ പ്രധാനമന്ത്രി വിഴിഞ്ഞം പദ്ധതി വികസിത് ഭാരത് 2047 ഭാഗമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമില്ല. അവിടെ പിണറായി കടക്ക് പുറത്തു തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ചിത്രമുള്ള പരസ്യമാണ് ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. വികസിത ഭാരതത്തിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് പദ്ധതിയെന്നും ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ വ്യക്തമാക്കുന്നു. ഇനി എന്ത് ചെയ്യും മല്ലയ എന്ന അവസ്ഥയിലാണ് പിണറായി കൂട്ടരും. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരസ്യ നീക്കത്തിൽ സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധം എന്തായാലും ഉടലെടുക്കുന്നുണ്ട്. എന്നാൽ തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ പരസ്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ പിന്നെ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. മൊത്തത്തിൽ വിഴിഞ്ഞം വന്നതോടെ വിവാദങ്ങൾക്ക് കുറവൊന്നുമില്ല. സർക്കാരിന് പ്രതിപക്ഷത്തോട് ബഹുമാനം ഇല്ല എന്നും പാവം പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞത്തെ ചടങ്ങിൽ വിളിക്കാത്തതും വലിയ വിവാദമൊക്കെ ആയി. എന്നാൽ അതൊന്ന് കെട്ടടക്കാനായി ക്ഷണം നടത്തി. പക്ഷേ എന്തിന്, എവിടെ എന്നൊന്നും വ്യക്തമാക്കാത്ത ഒരു ക്ഷണമായിരുന്നു. ചടങ്ങിന് വിൻസെന്റ് MLA മാത്രമായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. വിഷയം പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെ മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്നും ഒരു ക്ഷണക്കത്തെത്തി. മറ്റാക്കുമല്ല, പ്രതിപക്ഷ നേതാവിന്. എന്നാൽ കത്തിലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് വിഴിഞ്ഞത്തുണ്ട്. ആ ചടങ്ങ് താങ്കളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കത്ത് പോലും ശരിക്കും അപമാനിക്കാനുള്ള ശ്രമമായിരുന്നു. സർക്കാർ ക്ഷണിക്കലായിരുന്നില്ല, ശരിക്കും അപമാനിക്കൽ തന്നെയായിരുന്നു സർക്കാരിന്റെ നയം. അത് പകൽ പോലെ സത്യമാണ്. എന്തായാലും കൊടുത്ത കൊല്ലത്ത് കിട്ടും എന്നതുപോലെ ഇവിടെ പിണറായി കൊടുത്തപ്പോൾ അത് കേന്ദ്രത്തിൽ നിന്നും പണിയായി തന്നെ തിരിച്ചും കിട്ടി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കുബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.